ഹലോ, ഇന്ന് നമുക്കൊരു റിസപ്ഷൻ വർക്കുണ്ട്. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. നമ്മളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ മുഖത്തെ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഹെയർ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ മുഖത്തെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് മുടി ഇവിടെ ക്രിമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിമ്പിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചേരുന്ന ഒരു ഓർണമെൻറ്റ്സ് നോക്കിയിട്ട് മുടിയും കൂടെ സെറ്റ് ചെയ്യണം. ഇതൊരു ഹെവി പിന്നെ ഇതും കുഴപ്പമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് സിമ്പിളാ. സിമ്പിളായിരുന്നു. അങ്ങനെ ഈ മോളുടെ ഇഷ്ടത്തിന് ഓർണമെൻറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അതെല്ലാം വെച്ച് ഹെയർ സെറ്റ് ചെയ്തെടുക്കണം. ഇത് മതി. ഇതില് വരാൻ പോകുന്ന കമന്റ് ഞാൻ പറയട്ടെ. മമിത ബൈദുവിനെ കൂട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു ഹെയർ സ്റ്റൈൽ മതി എന്നാണ് മോള് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ മുടിയൊന്നും കേളി ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയിട്ടാണ് ചെയ്ത് കൊടുത്തത്. ആദ്യം സിമ്പിളായിട്ട് ഒരുക്കിയെങ്കിലും പിന്നെ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്ന് എന്നാൽ ഒന്ന് കേളി ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ രണ്ടാമത് മുടി കേളി ചെയ്തെടുക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, തീരെ സിമ്പിളായി പോയെന്ന് ഞങ്ങൾക്കൊരു ഡൗട്ട്. അപ്പോൾ ഒന്ന് കേളി ചെയ്യുമ്പോൾ ഇച്ചിരിയുടെ ഒരു നല്ല ലുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മുടിയുടെ കേളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കേളി ചെയ്ത് നോക്കിയെങ്കിലും നമുക്ക് വീണ്ടും സ്ട്രെയിറ്റ് സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടത്.
അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ കേള് മാറ്റി സ്ട്രൈറ്റ് ആക്കി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ അങ്ങനെ മോൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ഒരു സിമ്പിൾ മേക്കപ്പും ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈലും ചെയ്ത് നമ്മളിവിടെ മോളെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളൊരു ചെറിയ വെള്ളക്കല്ലിൻ്റെ പൊട്ടുകൂടെ നെറ്റിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളക്കല്ലായതുകൊണ്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും മണവാട്ടികളോട് പറയാറുണ്ട്, നമ്മുടെ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഫോട്ടോയിലൊക്കെ പൊട്ട് തൊട്ട പോലെ കാണണമെങ്കിൽ നമ്മളെപ്പോഴും കളർഫുൾ ആയിട്ടുള്ള പൊട്ടുകൾ തൊടണം. കല്ലിൻ്റെ പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ അത് ഫോട്ടോയിൽ കാണില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ കല്ലിൻ്റെ പൊട്ടൊക്കെ നല്ല ലുക്കായിരിക്കും, പ്രത്യേകിച്ച് രാത്രി ഫങ്ഷനൊക്കെ. അപ്പം നിങ്ങൾക്ക് ഏതാണോ ആവശ്യം എന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള രീതിയിൽ പൊട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ സെറ്റിംഗ് സ്പ്രേയും ഷൈനിങ് സ്പ്രേ ഒക്കെ അടിച്ച് മുടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ മുടിയിൽ നമ്മൾ ആക്സസറീസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, പൂക്കളും ഒന്നും വെക്കുന്നില്ല. അതുകൊണ്ട് മുടി പ്ലെയിൻ ആയിട്ട് കിടക്കണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ അതിലിങ്ങനെ കുറച്ച് സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പെൺകുട്ടിയുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് അവർ യാത്രയാവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.